Hi dear friends, welcome to Happy Maths Hour. Happy Maths Hourലേക്ക് സ്വാഗതം. ഞാൻ ആരതി. മെട്രിസസിൽ എക്സസൈസ് 3.2ൽ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസും നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് ക്വസ്റ്റ്യൻ നമ്പർ 14ലുള്ളത്. ഈ രണ്ട് വീഡിയോയുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യാം. Question number 14, 5 minus 1, 6, 7 into 2, 1, 3, 4 not equal to 2, 1, 3, 4 into 5 minus 1, 6, 7. Okay. ഇത് നമ്മുടെ matrix A, ഇത് നമ്മുടെ matrix B. ഇത് matrix B, ഇത് matrix A. അതായത് AB not equal to BA എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് 5 minus 1, 6, 7 into 2, 1, 3, 4 ചെയ്ത് നോക്കാം. മെട്രിക്സ് A എന്ന് പറഞ്ഞാൽ 5 minus 1, 6, 7. മെട്രിക്സ് B എന്ന് പറഞ്ഞാൽ 2, 1, 3, 4. ഇനി മെട്രിക്സ് C എന്ന് പറഞ്ഞാൽ A into B ആണ്. സിയുടെ ഓർഡറും 2/2 തന്നെ വരും. ഇനി നമുക്ക് ഈ C മെട്രിക്സ് കണ്ടുപിടിക്കാം. ഓരോരോ എലിമെന്റ് ആയിട്ട് കണ്ടുപിടിക്കാം. C11 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? Aയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 into 2 പ്ലസ് -1 into 3. അതായത് 10 minus 3. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. C11 equal to 7. C12 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 5 into 1 പ്ലസ് -1 into 4. അതായത് 5 minus 4. C12 equal to 1. C21 എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 6 into 2 പ്ലസ് 7 into 3. 6 into 2 12 എന്ന് കിട്ടും. 7 into 3 21 എന്ന് കിട്ടും. C21 equal to 33. C22 എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 6 into 1 പ്ലസ് 7 into 4. 6 into 1 6, 7 into 4 28. 6 plus 28 നമുക്ക് 34 എന്ന് കിട്ടും. C22 equal to 30. ഫൈനൽ ആൻസർ എഴുതാം. C11 equal to 7, C12 equal to 1, C21 33, C22 34. ഇനി നമുക്ക് 2, 1, 3, 4 into 5 minus 1, 6, 7 കണ്ടുപിടിക്കാം. മെട്രിക്സ് B equal to 2, 1, 3, 4. മെട്രിക്സ് A equal to 5 minus 1, 6, 7. ഇനി D equal to BA. ഓർഡർ ഓഫ് D നമുക്ക് 2/2 തന്നെ കിട്ടും. ഇനി ഈ D മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാം. D11 എന്ന് പറഞ്ഞാൽ Bയുടെ ഫസ്റ്റ് റോയും Aയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 5 plus 1 into 6. 10 plus 6 equal to 16. D11 equal to 16. D12 ബിയുടെ ഫസ്റ്റ് റോയും എയുടെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into -1 plus 1 into 7. 2 into -1 -2 plus 7. D12 equal to 5. D21 ബിയുടെ സെക്കൻഡ് റോയും എയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 3 into 5 plus 4 into 6. 3 into 5 15, 4 into 6 24. D21 equal to 39. D22 ബിയുടെ സെക്കൻഡ് റോയും എയുടെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 3 into -1 plus 4 into 7. 3 into -1 -3, 4 into 7 28. 28 minus 3 നമുക്ക് എന്ത് കിട്ടും? 25. D22 equal to 25. ഫൈനൽ ആൻസർ എഴുതാം. D11 എന്ന് പറഞ്ഞാൽ 16, D12 5, D21 39, D22 25. നമ്മൾ C equal to ABയും കണ്ടുപിടിച്ചു, D equal to BAയും കണ്ടുപിടിച്ചു. അവർ തമ്മിൽ ഈക്വൽ അല്ലല്ലോ. C not equal to D, AB not equal to BA. സോ നമ്മളിത് പ്രൂവ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 14ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ മെട്രിക്സ് A,
ഇത് നമ്മുടെ മെട്രിക്സ് ബി, ഇത് നമ്മുടെ മെട്രിക്സ് ബി, ഇത് നമ്മുടെ മെട്രിക്സ് എ. ഇവിടെ എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ മെട്രിക്സ് എ, ഇത് നമ്മുടെ മെട്രിക്സ് ബി. മെട്രിക്സ് എയുടെ ഓർഡർ എന്താണ്? 3/3 ആണ്. മെട്രിക്സ് ബിയുടെ ഓർഡറും 3/3 ആണ്. ഇവരെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. രണ്ടുപേരും 3/3 മെട്രിക്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ എ ബി ആണ്, അതായത് എ ഇൻറ്റു ബി ആണ് സി. സിയുടെ ഓർഡർ എന്ത് തന്നെ വരും? 3/3 എന്ന് തന്നെ വരും. നമുക്കിനി ഈ 3/3 മെട്രിക്സ് കണ്ടുപിടിക്കാം. ഓരോരോ എലിമെന്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. C11 കണ്ടുപിടിക്കാൻ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 ഇൻറ്റു -1 പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 2 എന്ത് വരും? -1 പ്ലസ് 0 പ്ലസ് 6. C11 ഈക്വൽ ടു 5. C12 കണ്ടുപിടിക്കാൻ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -1 പ്ലസ് 3 ഇൻറ്റു 3, അതായത് 1 മൈനസ് 2 പ്ലസ് 9 നമുക്ക് കിട്ടും. ആൻസർ എന്ത് വരും? 8 എന്ന് വരും. C12 ഈക്വൽ ടു 8. C13 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 4. 0 പ്ലസ് 2 പ്ലസ് 12, ആൻസർ 14. C13 ഈക്വൽ ടു 14. C21 എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 2 എന്ത് വരും? 0 പ്ലസ് 0 പ്ലസ് 0, ആൻസർ 0. C21 ഈക്വൽ ടു 0. C22 എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു -1 പ്ലസ് 0 ഇൻറ്റു 3, അതായത് 0 പ്ലസ് -1 പ്ലസ് 0 എന്ന് കിട്ടും. ആൻസർ നമുക്ക് -1 എന്ന് കിട്ടും. C22 ഈക്വൽ ടു -1. C23 എയുടെ സെക്കൻഡ് റോയും ബിയുടെ തേർഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 4 എന്ത് വരും? 0 പ്ലസ് 1 പ്ലസ് 0, ആൻസർ നമുക്ക് 1 വരും. C23 ഈക്വൽ ടു 1. C31 എയുടെ തേർഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 2, -1 പ്ലസ് 0 പ്ലസ് 0, C31 ഈക്വൽ ടു -1. C32 എയുടെ തേർഡ് റോയും ബിയുടെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു -1 പ്ലസ് 0 ഇൻറ്റു 3 എന്ത് വരും? 1 പ്ലസ് -1 പ്ലസ് 0, ആൻസർ 0. C32 ഈക്വൽ ടു 0. C33 എയുടെ തേർഡ് റോയും ബിയുടെ തേർഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 4 എന്ത് വരും? 0 പ്ലസ് 1 പ്ലസ് 0, C33 ഈക്വൽ ടു 1. ഫൈനൽ ആൻസർ എഴുതാം. C11 ഈക്വൽ ടു 5, C12 ഈക്വൽ ടു 8, C13 14, C21 0, C22 -1, C23 1, C31 -1, C32 0, C33 1. ഇത് നമ്മുടെ മെട്രിക്സ് ബി, ഇത് നമ്മുടെ മെട്രിക്സ് എ. മെട്രിക്സ് ബിയുടെ ഓർഡർ 3/3 ആണ്. മെട്രിക്സ് എയുടെ ഓർഡറും 3/3 ആണ്. ഇനി ഡി ഈക്വൽ ടു ബി എ ആണ്. മെട്രിക്സ് ഡിയുടെ ഓർഡറും നമുക്ക് എന്ത് തന്നെ കിട്ടും? 3/3 എന്ന് തന്നെ കിട്ടും.
ഇനി നമുക്ക് ഈ ഡി മെട്രിക്സ് കണ്ടുപിടിക്കാം. ഓരോരോ എലിമെന്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. D11 ബിയുടെ ഫസ്റ്റ് റോയും എയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -1 into 1 plus 1 into 0 plus 0 into 1. -1 plus 0 plus 0. D11 equal to -1. D12 ബിയുടെ ഫസ്റ്റ് റോയും എയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -1 into 2 plus 1 into 1 plus 0 into 1. എന്ത് വരും? -2 plus 1 plus 0. ആൻസർ നമുക്ക് -1 കിട്ടും. D12 equal to -1. D13 ബിയുടെ ഫസ്റ്റ് റോയും എയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -1 into 3 plus 1 into 0 plus 0 into 0. എന്ത് വരും? -3 plus 0 plus 0. D13 equal to -3. D21 ബിയുടെ സെക്കൻഡ് റോയും എയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 into 1 plus -1 into 0 plus 1 into 1. എന്ത് വരും? 0 plus 0 plus 1. D21 equal to 1. D22 ബിയുടെ സെക്കൻഡ് റോയും എയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 into 2 plus -1 into 1 plus 1 into 1. എന്ത് വരും? 0 plus -1 plus 1. D22 equal to 0. D23 ബിയുടെ സെക്കൻഡ് റോയും എയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 into 3 plus -1 into 0 plus 1 into 0. ആൻസർ എന്ത് വരും? 0 plus 0 plus 0. D23 equal to 0. D31 ബിയുടെ തേർഡ് റോയും എയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 1 plus 3 into 0 plus 4 into 1. 2 plus 0 plus 4. D31 equal to 6. D32 ബിയുടെ തേർഡ് റോയും എയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 2 plus 3 into 1 plus 4 into 1. 4 plus 3 plus 4. D32 equal to 11. D33 ബിയുടെ തേർഡ് റോയും എയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 3 plus 3 into 0 plus 4 into 0. 6 plus 0 plus 0. D33 equal to 6. ഇതാണ് BAയുടെ ഫൈനൽ ആൻസർ. നമുക്ക് C ഈക്വൽ ടു ABയും കിട്ടി, D ഈക്വൽ ടു BAയും കിട്ടി. സിയും ഡിയും ഈക്വൽ അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AB നോട്ട് ഈക്വൽ ടു BA. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.